ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്ലൗഡി ടെയിൽ. അപ്പോൾ കുറച്ചൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്ലാന്റ്സൊക്കെ ഒന്ന് കാണിക്കൂ, വീട്ടിലുള്ള ചെടികളൊക്കെ ഒന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അവസാനം ഞാൻ പിന്നെ സംസാരിക്കാൻ നേരത്ത് ഈ ഫാൻ പോലും ഇട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടൊന്നും നടക്കുമല്ലോ. അപ്പം കുറേ ചെടികളൊക്കെ കാണിച്ചിട്ട് തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും റിയലി എനിക്കറിയില്ല. പിന്നെ 3-4 ചട്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു അവിടെ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചട്ടികളൊക്കെ ഈ മണ്ണെടുത്തിട്ട് വേറൊരു സ്ഥലത്തിട്ടിട്ട് ചെടികളൊക്കെ വെക്കാൻ ഈ കപ്പുകളൊക്കെ യൂസ് ചെയ്യും. എന്നിട്ട് ഇത് ഇവിടെയൊക്കെ അറിയും കേട്ടോ. ഉമ്മ കണ്ട എടുത്ത് വെക്കുന്നതാണ്. ഇന്നലെ ചെയ്തുകൊണ്ട് ഉമ്മ കണ്ടില്ല ഗൈസ്. അപ്പം ഇന്ന് കണ്ട ഉടനെ വെക്കുമായിരിക്കും, ആർക്കറിയാം. പിന്നെ കുറേ ചെമ്പരത്തികൾ അങ്ങനത്തുള്ള കുറേ ചെടികളൊക്കെ ഉണ്ട്. ഭയങ്കര ചൂട്, എങ്ങനെയൊക്കെയോ ചെയ്തതാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു മാവുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ കിളിച്ചാൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാവ്. പിന്നെ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വേര് പോലും കിളിച്ചില്ല, വാടിപ്പോയി സംഭവം. ക്രാഫ്റ്റ് ചെയ്തതാണ് കുപ്പിയിൽ. പിന്നെ ഇതൊരു പോച്ച പോലത്തുള്ളൊരു ചെടിയാണ്. പക്ഷേ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ലൊരു കാണാൻ ഭംഗിയുള്ള ചെടിയാണ്. ഒട്ടുമിക്ക എല്ലാ വീട്ടിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് വലുതായിട്ട് കാണില്ല എന്നാണ് തോന്നുന്നത്, ഇങ്ങനത്തെ കുറേ ചെടികളൊക്കെ. ഇതൊക്കെ എവിടെ നിന്നൊക്കെയോ ഉമ്മ ചോദിച്ച് എടുത്ത് വാങ്ങിച്ചുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്ന് കുറേ 3-4 തൈകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന കുറച്ച് ചെടിയാണ്. പിന്നെ അടുത്ത് നമുക്കൊരു വെറൈറ്റിക്ക് മൈലാഞ്ചി ചെടിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ ഞങ്ങളുടെ മാമിയുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇവിടെ സിനിമയും കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് മൊത്തം. പക്ഷേ സൗണ്ട് ഞാൻ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൗണ്ട് മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. എന്തൊരു ചൂടല്ലേ. പിന്നെ ഇവിടുത്തെ 2ാമത്തെ മാവാണിത്. പിന്നെ കുറേ തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ 2ാമത്തെ മാവ് മാങ്ങ കണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയുക കേട്ടോ. പഴുത്ത മാങ്ങയാണ്. പിന്നെ 2-3 തെങ്ങിൻ്റെ അടുത്തായിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട്. ആ മറ്റേ സ്ഥലത്തുനിന്ന് സെയിം തൈകൾ കൊണ്ട് ഇവിടെയും വെച്ച് കിളിപ്പിച്ചിട്ട് അങ്ങ് എടുത്തുള്ള കുറേ ചെടികളൊക്കെയാണ് കേട്ടോ. അപ്പുറത്തൊരു കടയുണ്ട്. അപ്പം ഇവിടെ ചക്കയോ അങ്ങനത്തെ എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട്. പ്ലാവ്, പിന്നെ ഇത് ചീനിക്കമ്പോ അങ്ങനത്തെ എന്തോ രീതിയിലുള്ളതാണ്. എന്തോ സത്യമൊന്നും എനിക്കറിയില്ല കേട്ടോ. ചീനിക്കമ്പോ എന്ന പോലെ. പിന്നെ വീണ്ടും വേറെ കുറേ ചെടികളൊക്കെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മുടെ അടുക്കള ഭാഗത്തുള്ള കുറച്ച് ചെടികൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ആദ്യത്തെ ചെടി. ഇത് 2ാമത്തെ കരിയാപ്പില ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ട് അത് 2-3 പിടിച്ചിട്ടുണ്ട്. പിന്നെന്തോ സംഭവങ്ങൾ, എന്തോ ചെടികളൊക്കെ. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഭയങ്കര ഒരു റിലാക്സിങ് ആയിട്ടുള്ള സ്പേസാണ്. ഒത്തിരി കാടുണ്ട് ഇവിടെയും. പിന്നെ അപ്പുറത്തൊരു വീട്ടിലും കൂടെ കാടുണ്ട്. ഒരു എന്നോട് ഒരുമിച്ച് കിടക്കുന്നുണ്ട്. നല്ല തണലാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇവിടെയൊക്കെ ചായ കുടിക്കാൻ പറ്റി നല്ല റിലാക്സേഷനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വന്നിട്ടായിരുന്നു ബാക്കി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയ്യോ, ഒന്നും പറയണ്ട, അത് നല്ലതായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.